ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ഫേസ്ബുക്കിൽ കരുനാഗപ്പള്ളിയിലെ MLA ആയിട്ടുള്ള CR മഹേഷ് തന്നെ കാണാൻ വന്നത് അടൂരിലെ വീട്ടിലെത്തിയത് അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് CR മഹേഷിനെ കുറിച്ചുള്ള ചില കുറിപ്പ് പങ്കുവച്ചിരുന്നു ഇന്നലെ സോഷ്യൽ മീഡിയയിൽ. അതിന് തൊട്ടു പിന്നാലെ അന്തംഗമി അടിമകൾ പിണറായി വിജയന്റെ ക്രിമിക്കൂടങ്ങൾ, ആ ക്രിമിക്കൂടങ്ങൾക്ക് വല്ലാതെ ഹാലിളകിയിരിക്കുക. രാഹുലിനെ എവിടെ കണ്ടാലും ഇവറ്റകൾക്ക് വല്ലാത്ത കുരുപൊട്ടല. അതിൽ ഒരു ഒന്നാം തരം അന്തംഗമി അടിമ, ആ അടിമയുടെ പ്രൊഫൈലിൽ ഞാൻ കയറി നോക്കുമ്പോൾ കണ്ടത് ആൻറ്റി കോൺഗ്രസ് എന്ന, പ്രോ കമ്മ്യൂണിസ്റ്റ് എന്നോ പ്രോ മാർക്സിസ്റ്റ് എന്നോ ഒന്നുമല്ല, മറിച്ച് ആൻറ്റി കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ സംഘ് പരിവാറിൻ്റെ അതേ ലൈൻ. ആൻറ്റി കോൺഗ്രസ്, കോൺഗ്രസിനെ തുടച്ചു നീക്കുക എന്നുള്ള സംഘ് പരിവാറിൻ്റെ അതേ ലൈൻ. അത് തന്നെയാണ് ഈ അന്തംഗമിയുടെയും ആവശ്യം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രോ കമ്മ്യൂണിസ്റ്റ് എന്നോ അല്ലെങ്കിൽ ആൻറ്റി സംഘ് പരിവാർ എന്നോ ആൻറ്റി ഫാസിസം എന്നോ ഇതൊന്നുമല്ല, മറിച്ച് ആൻറ്റി കോൺഗ്രസ് ആണ്. കോൺഗ്രസ് വിരുദ്ധനാണ്. സംഘ് പരിവാർ ലൈനിലൂടെ സഞ്ചരിക്കുന്ന ഒരു പിണറായി വിജയൻ ഈ പറയുന്ന കേഡർ പ്രവർത്തകനിൽ നിന്ന് RSSകാരനാക്കി മാറ്റിയ ഒരു അന്തംഗമി അടിമ. ആ അടിമ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ CR മഹേഷിൻ്റെ കുറിച്ചുള്ള ആ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ കൂടെ ഈ പറയുന്ന ഈ ക്രിമികീടത്തിൻ്റെ ഒരു കുറിപ്പുണ്ട്. എന്താണ് ആ കുറിപ്പ്? രാഹുൽ മാങ്കൂട്ടത്തിൽ, നിന്നെ എന്തുകൊണ്ട് പാലക്കാട് മത്സരിപ്പിച്ചില്ല എന്ന് ചിന്തിച്ചിട്ടില്ലേ? ഒറ്റ കാരണമേ ഉള്ളൂ, പെണ്ണ് പിടിച്ചതിന്. അല്ലേ? ഇനി ഈ കാര്യത്തിൽ പെണ്ണ് പിടിച്ചതിന് രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസ് മത്സരിപ്പിച്ചില്ലെങ്കിൽ അത് ഈ പാർട്ടിയുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ നിലപാടാണ്. ഈ പ്രസ്ഥാനം എന്നും അഭിമാനമാണ്. എന്നാൽ സഖാക്കളായ സഖാക്കള്, CPMകാര്, പിണറായി വിജയന്റെ അടിമകള് എന്താണ് ഈ കാലങ്ങൾ അത്രയും ചെയ്തിട്ടുള്ളത്? ഈ ചെയ്തിട്ടുള്ളത് എന്താ? പെണ്ണ് പിടിച്ചോ, നിങ്ങൾ എന്ത് ചെയ്യൂ? നിങ്ങളൊരു CPMന്റെ ഒരു മെമ്പർഷിപ്പ് എടുക്കൂ, നിങ്ങൾ DYFIയുടെ മെമ്പർഷിപ്പ് എടുക്കൂ, നിങ്ങൾ SFIയുടെ മെമ്പർഷിപ്പ് എടുക്കൂ. എന്നിട്ട് ആ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പീഡിപ്പിക്കാൻ, ബലാത്സംഗം ചെയ്യാൻ ഒക്കെയുള്ള ലൈസൻസ് ആണ്. അതൊക്കെ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം നിങ്ങൾ പീഡിപ്പിച്ചാൽ നിങ്ങളെ പാർട്ടി സംരക്ഷിക്കും, നിങ്ങൾ ബലാത്സംഗം ചെയ്താൽ നിങ്ങളെ പാർട്ടി സംരക്ഷിക്കും. ഇതായിരുന്നില്ലേ CPMന്റെ നിലപാടെന്ന് പറയുന്നത്? ഇങ്ങനെയല്ലേ പോന്നിരുന്നത്? അല്ലേ? ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ഒറ്റപ്പാലത്ത് നിന്ന് UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച PK ശശി UDFന്റെ ഭാഗമായപ്പോൾ PK ശശി വലിയ കുഴപ്പക്കാരനായിരുന്നു സഖാക്കൾക്ക്, അല്ലേ? എന്നാൽ ഇതേ PK ശശി തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾക്ക് മുമ്പാണ് KTDCയുടെ ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നത്. എങ്ങനെയാ KTDCയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് PK ശശി എത്തിയത്? അപ്പോ ആ PK ശശിയെ പാർട്ടി KTDCയുടെ ചെയർമാൻ ആക്കുന്നു, അല്ലേ? അല്ലാതെ ഇതെന്തോ പരീക്ഷയ്ക്ക് എഴുതി എന്തോ മത്സരത്തിലൊക്കെ പങ്കെടുത്ത് വിജയിച്ചിട്ടല്ലല്ലോ KTDCയുടെ ചെയർമാനായത്. CPM എന്ന പാർട്ടി ആ ബോർഡിന്റെ, KTDC എന്ന് പറയുന്ന ബോർഡിന്റെ ചെയർമാൻ സ്ഥാനത്ത് ഇരുത്തുകയായിരുന്നു PK ശശിയെ. എന്ന് പറഞ്ഞാൽ CPMകാരനായി നിൽക്കുന്ന കാലത്തോളം PK ശശി പുണ്യാളനായിരുന്നു ഇവർക്ക്, അല്ലേ? ഇനി മുകേഷിനെതിരെ എത്ര പരാതികൾ, എത്ര കേസുകൾ, എത്ര FIRകൾ, എന്നിട്ട് 2 തവണ കൊല്ലത്ത് നിന്ന് മത്സരിപ്പിക്കുന്നു, 1 തവണ പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കുന്നു. അപ്പോൾ പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടിയുടെ അനുഭാവിയായാലും മതി, CPMകാരനാണെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ പീഡിപ്പിച്ചോ, നിങ്ങൾ ബലാത്സംഗം ചെയ്തോ, നിങ്ങൾക്ക് ഞങ്ങൾ സംരക്ഷണം ഒരുക്കും. ഈ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പീഡിപ്പിക്കാനുള്ള ലൈസൻസ് ആണ്, അല്ലേ? ഇനി KB ഗണേഷ് കുമാർ വ്യഭിചരിച്ച് നടന്നപ്പോൾ മന്ത്രിയാക്കുകയല്ലേ ചെയ്തത്? അപ്പോൾ പെണ്ണ് പിടിച്ചതിന്, പീഡനം നടത്തിയതിന്, ബലാത്സംഗം നടത്തിയതിന്, വ്യഭിചരിച്ച് നടന്നപ്പോൾ ഒന്നും ഇവർക്കതൊന്നൊരു വിഷയമായിരുന്നില്ല. സഖാക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമായിരുന്നില്ല. CPMനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമായിരുന്നില്ല. CPM എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമായിരുന്നില്ല. മറിച്ച് വിഷയമായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇത്തരം വ്യഭിചാരികൾക്ക് സംരക്ഷണം ഒരുക്കുകയായിരുന്നു ഈ പാർട്ടി ചെയ്തുകൊണ്ടിരുന്നത്. അവരെ വീണ്ടും വീണ്ടും മത്സരിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൊല്ലത്തു നിന്നുള്ള സ്ഥാനാർത്ഥിയായി മുകേഷിനെ പ്രഖ്യാപിക്കുമ്പോൾ മുകേഷിനെതിരെ FIR ഉണ്ട്, മുകേഷിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്, മുകേഷിനെതിരെ പരാതിയുണ്ട്, മുകേഷിനെതിരെ കേസുണ്ട്, ഒക്കെയുണ്ട്.
എന്നിട്ടും മുകേഷിനെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുകയായിരുന്നു പാർട്ടി ചെയ്തത്. എന്ന് പറഞ്ഞാൽ പാർട്ടി എന്താ ലൈന്? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണോ? നിങ്ങൾ CPM-കാരനാണോ? നിങ്ങൾ DYFIയുടെ ക്രിമിയാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പീഡിപ്പിക്കാം, നിങ്ങൾക്ക് ബലാത്സംഗം ചെയ്യാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് തെമ്മാടിത്തരം ചെയ്യാം. ഈ പാർട്ടി തെമ്മാടിത്തരം ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഈ പാർട്ടി പെണ്ണ് പിടിക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ പാർട്ടി ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഈ പാർട്ടി കൊലപാതകങ്ങൾ നടത്താൻ വേണ്ടിയുള്ളതാണ്. ഈ പാർട്ടി കൊള്ളയടിക്കാൻ വേണ്ടിയുള്ളതാണ്. അയ്യൻ്റെ പൊന്നു പോലും കൊള്ളയടിക്കുന്നവർക്ക് സംരക്ഷണം നൽകുന്ന പാർട്ടി. അപ്പോൾ ഈ പാർട്ടിയിൽ ആരൊക്കെയുണ്ട്? ബലാത്സംഗ വീരനുണ്ട്, പീഡന വീരനുണ്ട്, വ്യഭിചരിച്ച് നടക്കുന്നവരുണ്ട്, തോന്നിവാസിയായി നടക്കുന്നവരുണ്ട്. അവനൊക്കെ ആരാ? ഈ പാർട്ടിയിലെ MLA-യും MP-യും ഒക്കെയാ. ഇനി ഇതിനേക്കാളൊക്കെ വലിയ ഒരുത്തനുണ്ട്. പാർട്ടി ആഫീസിലെത്തിയ യുവജന നേതാവിനോട്, യുവതിയോട് പീഡിപ്പിച്ച വ്യക്തി ഇന്ന് എവിടെയുണ്ട്? പാർട്ടി ആഫീസിലല്ല, അതുക്കും മേലെ. എവിടെ? പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് P. ശശി എന്ന് പറയുന്ന പീഡനവീരൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാർട്ടി എന്നും ഇങ്ങനെ സംരക്ഷണം നൽകിക്കൊണ്ട് നടക്കുക. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചതിന് അല്ലെങ്കിൽ പെണ്ണ് പിടിച്ചതിന് ആണ് സീറ്റ് നൽകാതിരുന്നതെങ്കിൽ അത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ധാർമ്മികതയാണ്, അവരുടെ മൂല്യമാണ്, മൂല്യം. അത് സഖാക്കൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ എവിടെയെങ്കിലും? സഖാക്കൾ എന്താ ചെയ്യുന്നത്? മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ അതിനെ പുറകിൽ എഴുതി വെച്ചിരിക്കുക, ഇത് നിങ്ങൾക്ക് പീഡിപ്പിക്കാൻ, കൊല്ലാൻ, ബലാത്സംഗം ചെയ്യാൻ, വ്യഭിചരിക്കാൻ, കൊള്ളയടിക്കാൻ, കക്കാൻ, മുക്കാൻ, നക്കാൻ, തൂറാൻ, തീട്ടം തിന്നാൻ, എല്ലാത്തിനും കൂടിയുള്ള ഒരു ലൈസൻസ്, ഓൾ ഇൻ വൺ. അതാണ് CPM-ന്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്, അല്ലേ? എന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ വന്നിട്ട് ചെലച്ചോണ്ടിരിക്കുകയാണ് കുറേ കൃമികീടങ്ങൾ. ഇങ്ങനെയും കുറേ കൃമികീടങ്ങളുണ്ട്, മനസ്സിലായില്ലേ? പിണറായി വിജയന്റെ തീട്ടത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകതരം കൃമികീടങ്ങൾ. അതാണ് ഇവറ്റകൾ എന്ന് പറയുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം പെണ്ണ് പിടിച്ചോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു വിഷയം. ഇനി അങ്ങനെ പിടിച്ചു എന്നുള്ളത് കൊണ്ടാണ് രാഹുലിനെ മത്സരിപ്പിക്കാത്തതെങ്കിൽ ആ പാർട്ടിയുടെ തട്ട് താണ് തന്നെ ഇരിക്കും. മറുഭാഗത്തിനി രാജാവല്ല, രാജാവിൻ്റെ അടിമകൾ കൂട്ടം കൂടി വന്നിരുന്നാലും ഈ പാർട്ടിയുടെ തട്ട് താണ് തന്നെ ഇരിക്കും. മനസ്സിലായില്ലേ? ആ ഒരു കാര്യത്തിൽ പാർട്ടി കാണിച്ച ധാർമ്മികത, പാർട്ടി ഉയർത്തിപ്പിടിച്ച മൂല്യം, അതൊക്കെ മാതൃകയാ ഈ കേരളത്തിൻ്റെ സമൂഹത്തിന് മുന്നിൽ. അത് വലിയ മാതൃക തന്നെയാ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുമ്പോഴേക്കും ഇവറ്റകൾക്ക് 1, 2, 3, 4 എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വരികയാണ്. വല്ലാത്തൊരു അസ്വസ്ഥതയാ, വല്ലാത്ത വെപ്രാളമാ. ഈ ചങ്ങാതി എങ്ങാനും ഇനി തിരിച്ചു വരുമോ, ഇനി തിരിച്ചു വന്നിട്ട് ഇവൻ എന്താ ചെയ്യാൻ പോകണേ? എന്നാ സഖാക്കളെ, നിങ്ങളൊരു കാര്യം ആലോചിച്ചോ? അതിവിദൂരമല്ല, ഈ മെയ് 4 കഴിയട്ടെ, പിന്നെ അടുത്ത പട്ടാഭിഷേകം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അയാളുടെ തിരിച്ചു വരവാ. അതിനു വേണ്ട പ്രവർത്തനങ്ങളൊക്കെ അണിയറയിൽ നടക്കുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് തന്നെ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങളുടെ പേടി സ്വപ്നം, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നവൻ, നിങ്ങളെ അടിച്ച് നിലം പരിശാക്കുന്നവൻ, അവൻ്റെ തിരിച്ചു വരവ് ആസ് സൂൺ ആസ് പോസിബിൾ അത് സംഭവിക്കുമെന്നുള്ളതാ. അതുകൊണ്ട് ഇങ്ങനെ കുരുപൊട്ടി അധികം ഒലിക്കാതെ, കുരുപൊട്ടി ഒലിച്ച് കരയാതെ, കരച്ചിൽ മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ, വേറൊന്നും ബാക്കി ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? പിന്നെ ഇവറ്റകളുടെ കുരുപൊട്ടി ഒലിച്ചാൽ എന്താ പ്രശ്നം? ഈ തീട്ടം നക്കുന്ന വറ്റകളായതുകൊണ്ട് ഈ കുരുപൊട്ടി ഒലിച്ചു കഴിഞ്ഞാൽ നാറിയിട്ട് പിന്നെ ആ ഭാഗത്തേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ നിങ്ങൾ മലിനമാക്കരുത് എന്നുള്ളതാണ് അന്തംകമ്മി അടിമകളോട് പറയാനുള്ളത്. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരുത്തൻ വന്നിട്ട് വലിയ എന്തോ ഒരു കണ്ടുപിടുത്തം, അവൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെ എന്തുകൊണ്ട് പാലക്കാട് മത്സരിപ്പിച്ചില്ല എന്ന് ചിന്തിച്ചിട്ടില്ലേ? ഒറ്റ കാരണമേ ഉള്ളൂ, പെണ്ണ് പിടിച്ചതിന്. അപ്പം നിങ്ങൾ ഈ പെണ്ണുപിടിയന്മാരെയും വീരന്മാരെയും പീഡന വീരന്മാരെയും വ്യഭിചാരികളെയും ബലാത്സംഗ വീരന്മാരെയൊക്കെ എന്താക്കിയത്? MLA ആക്കി, MP ആക്കി, പ്രൈവറ്റ് സെക്രട്ടറി ആക്കി, മന്ത്രിയാക്കി. എന്താ അന്തസ്! ലോകത്ത് എവിടെയെങ്കിലും കിട്ടുമോ? കുറച്ച് അന്തസ് കിട്ടുമോ? വിൽക്കാനുണ്ടോ? പണം എത്ര വേണമെങ്കിലും തരാം. AKG സെൻറ്ററിലാണോ ഇത് സപ്ലൈ ചെയ്യുന്നത്? ഈ അന്തസ് ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഉളുപ്പ് ഈ അടിമകൾക്ക് ഉളുപ്പുണ്ടോ?
ഇച്ചിരിയെങ്കിലും ഒരു കോമൺ സെൻസ്, ബുദ്ധി, ഇതിനുള്ളിൽ വല്ല ആൾതാമസവും ഉണ്ടോ നിങ്ങളത്? എപ്പോഴെങ്കിലും ഈ അടിമകൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് മുകേഷിനെ 2 വട്ടം മത്സരിപ്പിച്ചു, 1 വട്ടം പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ചു, എന്തുകൊണ്ട് ഗണേശനെ മന്ത്രിയാക്കി, എന്തുകൊണ്ട് ശശിയെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി എന്നൊക്കെ ഈ പറയുന്ന ആളുകൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അപ്പം ചിന്തിച്ചൂടെ? അപ്പം അവൻ്റെയൊക്കെ യോഗ്യത എന്ന് പറയുന്നത് ബലാത്സംഗ വീരൻ, വ്യഭിചാരി, പീഡന വീരൻ എന്നുള്ളതായിരുന്നോ ഇവൻ്റെയൊക്കെ യോഗ്യത എന്ന് പറയുന്നത്? അതായിരുന്നോ മാനദണ്ഡം? അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇവനെയൊക്കെ പിടിച്ച് ഈ പറയുന്ന സ്ഥാനമാനങ്ങളൊക്കെ നൽകി ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ടു നടക്കുന്നത് പിണറായി വിജയൻ? അപ്പോൾ ഈ വിജയൻ ആരാ? മാമാ പണിക്കാരനോ, കൂട്ടിക്കൊടുപ്പുകാരനോ? ആരാണ് വിജയൻ? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്തുകൊണ്ട് വിജയൻ ഈ കൂട്ടിക്കൊടുപ്പ് നടത്തുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഗണേശൻ്റെ ഭാര്യ ബിന്ദു മേനോൻ കഴിഞ്ഞ ദിവസം വിജയൻ്റെ മകളെ വിളിച്ച് എൻ്റെ വീട്ടിൽ വ്യഭിചാരം നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തേ അതിന് കൂട്ടിക്കൊടുപ്പ് നടത്തുകയായിരുന്നോ വിജയൻ? കുടുംബ പ്രശ്നമാണെന്നല്ലാണ് പറഞ്ഞത് അല്ലേ? അപ്പം ഈ വിജയൻ ആരാ? ചിന്തിച്ചിട്ടുണ്ടോ ക്രിമികീടങ്ങൾ? വിജയൻ ആരാ? നല്ല 1-ാം തരം കൂട്ടിക്കൊടുപ്പുകാരനോ? ഒന്ന് ആലോചിക്കണ്ടേ? ഒന്ന് ചിന്തിക്കണ്ടേ? എവിടുന്ന് ചിന്തിക്കാനല്ലേ? എങ്ങനെ ചിന്തിക്കാനാ? തീട്ടം വന്നടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിന്ത എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാകുമോ? ഉണ്ടാവില്ല. എന്നിട്ട് അവര് രാഹുൽ മാങ്കൂട്ടത്തിന് ക്ലാസ് എടുക്കാൻ വരിക, അവർ രാഹുൽ മാങ്കൂട്ടത്തിന് ചിന്തിപ്പിക്കാൻ വരിക, അവർ രാഹുൽ മാങ്കൂട്ടത്തിന് ചിന്തകൾ പറഞ്ഞു കൊടുക്കുക. എന്താ അന്തസ്, എന്താ അന്തസ്! സമ്മതിച്ചു തരണം കേട്ടോ നിങ്ങളെ. ഇങ്ങനെയും തീട്ടം നക്കിയിട്ട് മലർന്നു കിടന്ന് ന്യായീകരണം ഇറക്കാൻ നിങ്ങളെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. ഈ കൃമികീടങ്ങൾ കൊണ്ട്, വിജയൻ്റെ കൃമികീടങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ഈ ലോകത്ത്.